വയനാട്ടിലെ 10 കുടുംബങ്ങൾക്കാണ് എൻ്റെ വീട് പദ്ധതിയിൽ വീട് കൈമാറിയത്. ഇതോടെ പദ്ധതിയിൽ വയനാട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം 32ആയി. ഇതിൽ 22 വീടുകൾ നേരത്തെ കൈമാറിയിരുന്നു. കൽപ്പറ്റ KM ഹോളിഡേയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ വീടുകളുടെ താക്കോൽ കൈമാറി. എൻ്റെ വീട് പദ്ധതിയിലൂടെ നിറവേറ്റുന്നത് മാതൃഭൂമിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാസം കൊണ്ട് ആദ്യഘട്ടം ഈ കൊല്ലം ആദ്യഘട്ടം 1000 വീടുകളുടെ പണിയും പൂർത്തിയാകും. എല്ലാവരും ഒരുമയോടെ നിന്നാൽ അസാധ്യമായി ഒന്നുമില്ലെന്നതിന്റെ തെളിവാണ് എൻ്റെ വീട് പദ്ധതിയെന്ന് ചടങ്ങിൽ സംസാരിച്ച മാതൃഭൂമി ഡയറക്ടർ മയൂര ശ്രേയാംസ് കുമാർ പറഞ്ഞു. വികാരാധീനരായാണ് കുടുംബാംഗങ്ങൾ പലരും താക്കോൽ സ്വീകരിച്ചത്. മാതൃഭൂമിക്കും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമുള്ള സ്നേഹാദരങ്ങൾ കുടുംബങ്ങൾ പങ്കുവച്ചു. മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് ഞങ്ങൾക്ക് ദീർഘനാളുകളായി ഞങ്ങൾ ഷെഡിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീട് ലഭിച്ചത് വളരെ സന്തോഷമുണ്ട്. ഈ വർഷം അവസാനത്തോടെ എൻ്റെ വീട് പദ്ധതിയിൽ 1000 വീടുകൾ പൂർത്തിയാകും. വയനാട്ടിൽ 35 വീടുകളുടെ നിർമ്മാണം കൂടി നടന്നുവരികയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.